ഹലോ ഗൈസ്, ടിപ്പിക്കൽ ട്രാവലറുടെ പുതിയ വ്ളോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇറ്റ്സ് മീ അശ്വിൻ. അപ്പോൾ ഞങ്ങൾ ഇന്ന് പോകുന്നത് ഗ്ലോബൽ വില്ലേജിലേക്കാണ്. ഞങ്ങളിപ്പോൾ ദുബായിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ദുബായ് ഹൈവേ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് ഏകദേശം 1.5 മണിക്കൂറാണ് നമുക്ക് ഡ്രൈവ് ഉള്ളത്. നമ്മുടെ കൂടെയുള്ള 2 ആൾക്കാർ ഓൾറെഡി ഉറങ്ങി കഴിഞ്ഞു. ഒരുപാട് വണ്ടികൾ കാണുന്നുണ്ട്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മളിപ്പോൾ ഓൾറെഡി ദുബായ് എത്തിക്കഴിഞ്ഞു. ദുബായിൽ റോഡുകൾ മനസ്സിലാക്കാൻ കുറച്ച് ഡിഫിക്കൽട്ടാണ്. നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ചിട്ട് എടുത്തില്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും എക്സിറ്റ് പോയി പിന്നെയും കറങ്ങി അടിച്ച് വരേണ്ടി വരും. ഇതിനുള്ളിലേക്ക് കാണുന്നതാണ് തോന്നുന്നത്. അപ്പോൾ ഗൈസ്, ഞങ്ങൾ ഗ്ലോബൽ വില്ലേജിൻ്റെ ഫ്രീ പാർക്കിങ്ങിലെത്തി. ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ടാണുള്ളത്. എനിക്ക് തോന്നുന്നു ഇവിടുന്ന് കുറച്ച് നടക്കാനുണ്ടെന്ന്, കാരണം അവിടെ കുറേ വണ്ടികളൊക്കെ കാണുന്നുണ്ട്. അറിയത്തില്ല, നോക്കാം. ഗണേഷ് അവിടുന്ന് പേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഓരോരുത്തരായിട്ട് വണ്ടിയിലേക്ക് കയറുകയാണ്. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടിയിലാണുള്ളത്. ഏകദേശം 1 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. ആവശ്യമുള്ളവർക്ക് ഇതെടുക്കാം. ഏതോ മാളാണ്. മാളിൻ്റെ പിന്നിലാണ് നമ്മൾ പാർക്ക് ചെയ്തത്. അവിടെയാണ് ഫ്രീ പാർക്കിംഗ് ഉള്ളത്. നമ്മളിവിടുന്ന് ഇറങ്ങുകയാണ്. അത്യാവശ്യം ദൂരം ഉണ്ടായിരുന്നു. നമ്മൾ വിചാരിച്ച അത്ര അടുത്തായിരുന്നില്ല. ഇതാണ് ഇതിൻ്റെ ഒരു എൻട്രൻസ് വരുന്നത്. അപ്പോൾ നമ്മളിവിടെ കയറിയിട്ട് നമ്മൾ ടിക്കറ്റ് എടുക്കണം. ഞങ്ങൾ ഓൺലൈനായിട്ട് ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളിപ്പോൾ കയറിയിട്ട് ടിക്കറ്റ് എടുക്കണം. അപ്പോൾ ഒരാൾക്ക് 25 dirhams ആണ് ചാർജ് വരുന്നത്. നമ്മൾ വീക്കെൻഡ് ഡേയ്സിലാണ്, അതായത് സാറ്റർഡേ സൺഡേസിലാണ് വരുന്നതെങ്കിൽ നമുക്ക് ചാർജ് കൂടുതലായിരിക്കും. 30 dirhams ആയിരിക്കും പെർ പേഴ്സൺ. അപ്പോൾ നമ്മുടെ ടിക്കറ്റ് കിട്ടി. അങ്ങനെ ഞങ്ങൾ ഗ്ലോബൽ വില്ലേജിൽ ഉള്ളിലേക്ക് എൻ്റർ ചെയ്തിട്ടുണ്ട്. കയറുമ്പോൾ തന്നെ ഫസ്റ്റ് കാണുന്നത് ഈ കുതിരകളെയാണ്. പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് വാട്ടറിൻ്റെ എന്തൊക്കെയോ ഒരു ഇതും കാണാം. ഇതിൽ നമ്മൾ കറക്റ്റ് ടൈമിനാണ് എത്തിയത്. 4 മണിക്കാണ് ഇവിടെ ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റ് ടൈമിൽ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഗ്ലോബൽ വില്ലേജിൻ്റെ ഫ്രെയിമിൽ നമുക്ക് ഒരു ഫോട്ടോസൊക്കെ എടുക്കാനുള്ളൊരു സ്ഥലമുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത് ശ്രീലങ്കയിലാണ്. ഇതിൻ്റെ ഉള്ളിൽ അവരുടേതായ കൾച്ചറൽ ഡ്രസ്സും പിന്നെ ഓരോ സാധനങ്ങളും ഉണ്ടാവും. നമുക്ക് ഒന്ന് ജസ്റ്റ് ഉള്ളിലേക്ക് കയറി എക്സ്പ്ലോർ ചെയ്യാം. ഗണേഷ് വെൽക്കം ടു ദ ശ്രീലങ്ക എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അവിടുത്തെ മെയിൻ സ്പൈസസും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഫ്രണ്ടിൽ തന്നെ നമുക്ക് കാണുന്നത്. പിന്നെ ഈ ഭാഗത്തായിട്ട് ജ്വല്ലറീസും പിന്നെ എന്തൊക്കെയോ ആർട്ട് വർക്കായിട്ടുള്ള സാധനങ്ങളൊക്കെ കാണുന്നുണ്ട്. പിന്നെ ഇവിടെ എനിക്ക് തോന്നുന്നു ഫുഡിൻ്റെ സെക്ഷനാണെന്ന് തോന്നുന്നു. കുറേ ടേബിൾസൊക്കെ കാണുന്നുണ്ട്. മാച്ചിങ് കാതിലും പിന്നെ ഇതും ഉണ്ട്, മാലയും ഉണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഏകദേശം ഒരു പീസിന് 60 dirhams ഒക്കെയാണ് പറയുന്നത്. നാട്ടിലത്തെ ഏകദേശം ഒരു 1200 ആ റേഞ്ചിലൊക്കെ വരും. ആൻറ്റിക് പീസ് പോലെ എന്തൊക്കെയോ സാധനങ്ങൾ ഇവിടെ കാണാം. അവിടെ നല്ല ബുദ്ധൻ്റെ പ്രതിമയൊക്കെ ഉണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ ഇവിടെ വേറെയും കുറേ പ്രതിമകളൊക്കെ ഉണ്ട്. എല്ലാം നല്ല ഭംഗിയുണ്ട്. ഇതൊക്കെ ഹാൻഡ് ക്രാഫ്റ്റ് ആണെന്നാണ് തോന്നുന്നത്. UAE എത്തിയിട്ടുണ്ട്. പക്ഷേ UAE തന്നെ ആയതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് ഉള്ളിലേക്ക് ഇറങ്ങുന്നില്ല. ഇവിടെ നമ്മളെ ഒട്ടകത്തിനെയൊക്കെ കാണാം. പിന്നെ ഇവിടെ നടക്കാനാണെങ്കിൽ ഒരുപാടുണ്ട്. ചുറ്റും ഫുള്ള് കളർഫുള്ളായിട്ടുള്ള കാര്യങ്ങളാണ് കാണാൻ പറ്റുക. നമ്മളിപ്പോൾ ഉള്ളത് പാകിസ്ഥാനിലാണ്. ഇത് പാകിസ്ഥാനി ഡ്രസ്സുകളും പിന്നെ ഡ്രസ്സുകൾ തന്നെയാണ് മെയിൻ ഉള്ളത്. ഇവിടെ നല്ല രസമുള്ള കുറേ ഡ്രസ്സുകളുണ്ട്. പാകിസ്ഥാനി സ്പെഷ്യൽ ഫുഡൊക്കെ ഉണ്ട് തോന്നുന്നു. പിന്നെ അവിടെ ബാഗുണ്ട്, ലെതർ, പിന്നെ കമ്പിളി, അങ്ങനെ അത്യാവശ്യം വലുപ്പമുള്ളൊരു സ്പേസ് തന്നെയാണ് ഈ പാകിസ്ഥാൻ്റെ ഏരിയ. കടൽ കടന്ന് പാകിസ്ഥാനിലെത്തിയ കാക്കയാണ് ഈ കാണുന്നത്. ഫുള്ള് കളർഫുൾ ആയിട്ടുള്ള ഓരോ ബൗളും പിന്നെ ജഗ്ഗും കപ്പും അങ്ങനെ എന്തൊക്കെയോ ആണുള്ളത്. വലിയ പ്രൈസൊന്നും കാണുന്നില്ല. 10, 20 പിന്നെ 25 അങ്ങനെയൊക്കെയാണ് പ്രൈസ് റേഞ്ച് വരുന്നത്. എന്തൊക്കെയോ ഐറ്റംസ് ഉണ്ട്. ഇവിടെയൊക്കെ ഉള്ളതെന്ന് വെച്ചാൽ ഈ കയ്യിൽ കെട്ടുന്ന ബാൻഡും പിന്നെ കീ ചെയിനും കാര്യങ്ങളൊക്കെയാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇവിടെ ഗ്ലോബൽ ടാക്സി എന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് കറങ്ങാൻ വേണ്ടിയിട്ടുള്ളൊരു ടാക്സി ഉണ്ട്. ഇതിൻ്റെ ചാർജ് 10 dirhams 15 dirhams മാത്രമേ വരുന്നുള്ളൂ എന്ന് തോന്നുന്നു. പിന്നെ ഇതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ ഈ താജ്മഹലിൻ്റെ മോഡലുള്ളത്. എനിക്ക് തോന്നുന്നു ഇത് പെർഫ്യൂമിൻ്റെ ഒരു ഏരിയ ആണ്. ഡ്രോയിങ് ആർട്ടിസ്റ്റാണ്. അവിടെ അവർ വരച്ച കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണാം. നമ്മളവിടെ നിന്നിട്ട് നമ്മുടെ പോർട്രേറ്റ് അവർ വരച്ച് തരും. ആവശ്യമുള്ളവർക്ക് ഇവിടുന്ന് ഫോട്ടോസ് എടുക്കാം. നല്ല കാർട്ടൂണിസ്റ്റിക് ആയിട്ടൊക്കെ അവർ വരച്ച് തരും. നല്ല രസം ഉണ്ടാവും. ഇതാണ് അവർ വരയ്ക്കുന്ന ആൾ. ഇതാണ് ഗ്ലോബൽ വില്ലേജിൻ്റെ മറ്റൊരു എൻട്രൻസ്. ഞങ്ങൾ പണ്ട് ഇതിലായിരുന്നു വന്നുകൊണ്ടിരുന്നത്. പക്ഷേങ്കിൽ ഇപ്രാവശ്യം കൾച്ചറൽ ഗേറ്റ് എന്നാലും പറഞ്ഞിട്ടുള്ള കൾച്ചറൽ ഗേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗേറ്റിലൂടെയാണ് നമ്മൾ വന്നത്. ഇവിടെ കുറേ സൈനികരെയൊക്കെ കാണുന്നുണ്ട്. ഈ ചൈനീസ് പടയാളികളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇത് രാത്രിയാകുമ്പോൾ ഇവിടെ ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ടാവും കാണാൻ.
അത്യാവശ്യം ഒരുപാട് ദൂരത്തേക്ക് ഇതിങ്ങനെ നിൽക്കുന്നുണ്ട്. മുന്നേ ഞങ്ങൾ വന്നപ്പോൾ ഇതൊന്നും ഉണ്ടായിരുന്നില്ല ഇവിടെ. നല്ല അടിപൊളിയായിട്ട് ഗ്ലോബൽ വില്ലേജ് എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു കുതിരയൊക്കെ സൈഡിലായിട്ട് വെള്ളം ചീറ്റുന്ന രീതിയിൽ നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് തായ്ലാൻഡ് ഫ്ലോട്ടിംഗ് മാർക്കറ്റിലാണ്. നമ്മൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. ഇവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ പല ടൈപ്പ് ഫുഡുണ്ട്. ഇതൊക്കെയാണ് ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റംസ്. നല്ല ഭംഗിയുള്ള ഒരു ഡ്രാഗൺ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതിൻ്റെ ഹെഡ് ഇവിടെ ആയിട്ടാണുള്ളത്. ഈ കാണുന്നത് നീരാളിയൊക്കെയാണ്. പിന്നെ അതിൻ്റെ മുകളിലുള്ളത് നമ്മുടെ കല്ലുമുക്കയാണ്. ഉള്ളത് കുവൈത്തിലാണ്. തൊട്ടപ്പുറത്ത് യമനുണ്ട്, പിന്നെ ഈജിപ്ത്, പിന്നെ മൊറോക്കോ, പിന്നെ സൗദി അറേബ്യ, അങ്ങനെ നീണ്ടു കിടക്കുകയാണ് സ്ഥലങ്ങൾ. ഇവിടെ അത്യാവശ്യം തിരക്ക് കൂടി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പുറത്തെ സൈഡിലായിട്ട് നമുക്ക് തുർക്കിഷ് ഐസ്ക്രീം കാണാം. അവരിങ്ങനെ ആൾക്കാരെ മാടി വിളിക്കുന്നുണ്ട്. തോന്നുന്നു ഇതിൻ്റെ ഇടയിലൂടെ നമുക്കൊരു അബ്ര എന്ന് പറഞ്ഞിട്ടുള്ളൊരു പരിപാടിയും കൂടിയുണ്ട്. ഇതിൻ്റെ അടിയിലായിട്ട് നമുക്ക് ചെറുതായിട്ട് ലൈറ്റിങ് കാണാം. മേ ബി നൈറ്റ് നല്ല രസമുണ്ടാവും ഇത് കാണാൻ. കയറി വരുമ്പോൾ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് അറേഞ്ച് ചെയ്ത ഒരു ഫ്ലവർ ഏരിയ ആണിത്. ഇവിടെ ചുറ്റും ഫ്ലവേഴ്സാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. എല്ലാവരും ഇവിടുത്തെ ഫോട്ടോ എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. മൊത്തത്തിലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗാർഡനാണ്. നല്ല ഭംഗിയുണ്ട് ഓരോന്ന് കാണാൻ. അങ്ങനെ ഈ ഗാർഡൻ്റെ അടിയിലൂടെ ഞങ്ങൾ നടക്കുകയാണ്. ഇതൊരു ജാപ്പാനീസ് അല്ലെങ്കിൽ ചൈനീസ് സ്ട്രക്ചറിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഓരോ ബിൽഡിങ്ങും കാണാൻ നല്ല ഭംഗിയുണ്ട്. അത്യാവശ്യം ഒരുപാട് ദൂരമുണ്ട് ഇത്. ഞങ്ങൾ ഈ ഈജിപ്തിലേക്കൊന്ന് കയറിയാലോ എന്ന് നോക്കുകയാണ്. ഈജിപ്തിൻ്റെ എൻട്രൻസ് വരെ നല്ല അടിപൊളിയായിട്ടാണുള്ളത്. ഇതിൻ്റെ ഉള്ളിൽ കാണാനും അടിപൊളിയായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇത് നമ്മുടെ ഈജിപ്താണ്. ഇവിടെ കയറുന്ന സ്ഥലത്ത് തന്നെ നമ്മുടെ മമ്മി സിനിമ കണ്ട പോലെയുള്ളൊരു ഇതാണ്. നല്ല ഭംഗിയുണ്ട് ഇതൊക്കെ കാണാൻ. നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇവിടെയൊക്കെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. മമ്മീൻ്റെ നടുക്ക് കൂടെ ശ്രീകുട്ടി നടന്നു വരികയാണ്. നല്ല ഭംഗിയുണ്ട് ഇതൊക്കെ കാണാൻ. ബാഗുകളാണെങ്കിലും കാണാൻ നല്ല ഭംഗിയുണ്ട്. ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ എൻട്രൻസിൽ എഴുതി വെച്ച എന്തൊക്കെയോ സാധനങ്ങളൊക്കെയാണിത്. പിന്നെ കുറേ അറബിക് ടൈപ്പ് ഡ്രസ്സുകളൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. എന്തൊക്കെയോ പിരമിഡും ഇതൊക്കെ ആയിട്ടുണ്ട് ഇവിടെ. അടിപൊളി കളക്ഷൻസ് ആണ് ഇവരെ കയ്യിലുള്ളത്. നല്ല ഭംഗിയുണ്ട് ഇതൊക്കെ കാണാൻ. ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ഇത് ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട്. സാൻഡിനെ കൊണ്ട് ചെയ്യുന്ന പെയിൻറ്റിങ്സ് ആണ്. നല്ല ഭംഗിയുണ്ട് ഇതൊക്കെ കാണാൻ. ഇപ്പുറത്തായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ഈജിപ്തിലെ ടൈപ്പ് ഓരോ ഡ്രോയിങ്സും ആണ്. നമ്മുടെ നാട്ടിൽ ഇതേപോലെ പ്രിൻ്റ് ഔട്ട് ചെയ്തിട്ട് ഈ ടീഷർട്ട് വിൽക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സെയിൽ ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ാണ് ബാഹുബലിന്റെ സെറ്റ് ഇട്ട പോലെ ഇതാ നമ്മുടെ ഇന്ത്യ. അതാ അതിന് മുന്നിലുള്ള ഈ ആനേനെ ഒന്ന് നോക്കിയേ. അത് തന്നെ വേറൊരു ലെവലാണ്. ആനേനെ കാണാൻ തന്നെ ഒരു പ്രത്യേക ലുക്കാണ്. അതിന് മുകളിലായിട്ട് നമ്മുടെ ഇന്ത്യ എന്നുള്ള പേരും. അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് നമ്മുടെ ഇന്ത്യക്ക്. ഇന്ത്യൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ഇവിടെയും കൂടുതലായിട്ടും ഡ്രസ്സും പെർഫ്യൂംസും കാര്യങ്ങളൊക്കെയാണ്. ആ ഭാഗത്തായിട്ട് മാലയും ബാഗും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഞാൻ വിചാരിച്ചു നമ്മുടെ സ്പെഷ്യൽ ഫുഡോ കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നു. നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ ഒരുപാട് ഫുഡുണ്ട്. നമ്മുടെ ഈ പാനിപ്പൂരി, സമൂസ, വടാപ്പാവ് ഒക്കെ പറയുന്ന പോലത്തെ കുറേ സാധനങ്ങൾ ഇവിടെ ഉണ്ട്. നമ്മൾ 2 ചായ വാങ്ങാൻ വേണ്ടി വന്നതാണ്. താങ്ക്സ്. അടിപൊളിയായിട്ട് അവർ ചായ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ആഫ്രിക്കയിലെത്തി. പിന്നെ ഇതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് കൊറിയയുണ്ട്, അമേരിക്കയുണ്ട്, യൂറോപ്പുണ്ട്. അങ്ങനെ മൊത്തത്തിൽ അങ്ങ് ദൂരെയായിട്ട് അവിടെ സ്റ്റേജ് പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം നമ്മളുള്ളത് തായ്ലൻഡിലാണ്. അപ്പോൾ നമ്മൾ തായ്ലൻഡിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറി നോക്കാം. ഇവിടെ തായ്ലൻഡിൽ കയറിയ പാടെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഫുഡ് തന്നെയാണ് മെയിനായിട്ടുള്ളത്.
എല്ലാ കൗണ്ടേഴ്സിലും പല ടൈപ്പ് ഓഫ് ഫുഡ് കാണാം. ഇവിടുത്തെ എന്തൊക്കെയോ ഫുഡും കാര്യങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു. ഇത് മസാജ് ചെയ്യുന്ന ആൾക്കാരാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളുള്ളത് ജപ്പാൻ ഏരിയയിലാണ്. ഇവിടെ കയറുമ്പോൾ തന്നെ ആനിമേ ക്യാരക്ടേഴ്സിൻ്റെ ഒരു ഫേസുള്ള ഒരു നൂഡിൽസ് ഷോപ്പാണിത്. പിന്നെ ഇതാണ് ഇവിടുത്തെ എൻട്രൻസ്. ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങോട്ടേക്കാണെന്നൊന്നും അറിയത്തില്ല, അങ്ങനെ നടക്കുകയാണ്. ഞങ്ങൾ ജപ്പാൻ ഏരിയയിലേക്ക് എൻ്റർ ചെയ്തു. ജപ്പാൻ ഏരിയയിൽ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കുറേ കാർട്ടൂണിസ്റ്റ്, അതായത് ആനിമേ സംഭവങ്ങളൊക്കെയാണ് കാണുന്നത്. എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടിപൊളി. പുൽത്താലത്തിന്റെ ഒക്കെ എക്സ്ട്രീം ലെവലിൽ കളിക്കാൻ വേണ്ടിയിട്ട് കുറേ JCBയുടെ സെറ്റ് ചെയ്ത് വെച്ചാണ്ടോ. പണ്ടൊക്കെയുള്ള പല കുട്ടികളുടെ ആഗ്രഹമായിരിക്കും ഇതേപോലുള്ള JCBയിൽ കയറിയിട്ട് ഓരോന്ന് ചെയ്യാൻ. ഈ സ്ഥലത്തുനിന്ന് നമ്മൾ കാർഡ് വാങ്ങണം. അങ്ങനെ ഒരു പോയിന്റിൻ്റെ കാർഡാണ്. ആ കാർഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഓരോ ഗെയിംസും എൻ്റർ ചെയ്യേണ്ടത്. ഇതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇവിടെ കുറേ ബൊമ്മകളൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് ഓരോ ഗെയിംസിൻ്റെയാണ്. നമുക്ക് ഗെയിംസ് കളിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ആ പോയിൻറ്റ്സ് ഉള്ള കാർഡ് വാങ്ങണം. ആക്ച്വലി ഞങ്ങൾ കുറച്ച് സമയം കൂടി ഇവിടെ ഉണ്ടാവും. അതുകൊണ്ട് ഈ ഗെയിംസിൻ്റെ കാർഡ് വാങ്ങുന്നത് നമുക്ക് ഒരിക്കലും വേർത്തായിട്ട് തോന്നിയില്ല. കാരണം വെച്ചാൽ ഞങ്ങൾക്ക് അധികം സമയമില്ല, തിരിച്ച് പോകേണ്ട സമയമായി. ഒരുപാട് നേരം നടന്ന് ക്ഷീണിച്ചിരിക്കുകയാണ്. ഈ സ്ലിംഗ് ഷോട്ട് ആക്ച്വലി ഭയങ്കര സ്കേറിയാണ്. നമ്മൾ മുകളിലെത്തി താഴേക്ക് വീഴുമ്പോൾ നല്ല പേടി വരും. ഞാൻ മുന്നേ ട്രൈ ചെയ്തതാണ്. ഇവിടെ ഒരുപാട് ഗെയിംസ് ഉണ്ട്. ഞങ്ങൾ ഒന്നിലും കയറിയിട്ടില്ല ആക്ച്വലി. ളൊക്കെ കണ്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ഒരുപാട് നേരം ഇവിടെ നിന്നു. ഏകദേശം 2 മണിക്കൂറിന് മുകളിലായി ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നു. ഇനിയിപ്പോൾ നേരെ തിരിച്ചു പോകണം. പിന്നെ അത്യാവശ്യം നല്ല രസമുണ്ട് ഇതൊക്കെ കാണാൻ. പിന്നെ ഞങ്ങളെ കാലൊക്കെ നടന്ന് തളർന്നു. എന്താണിത്? കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ട് ഇതൊക്കെ കാണാൻ. അവർ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് പ്രോഗ്രാമൊക്കെ നടക്കുന്ന ഒരു സ്റ്റേജാണ്. അപ്പോൾ ഇതിലെ ഷോർട്ട് കട്ടായിട്ട് നമുക്ക് പോകാൻ പറ്റുന്നതുകൊണ്ട് ഞങ്ങൾ ഇതിൽ പോകാമെന്ന് വിചാരിച്ചു. നമ്മളതൊന്നും നോക്കണ്ടേ കേട്ടോ. ഗ്ലോബൽ വില്ലേജിലെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഞങ്ങൾ ഇപ്പോൾ എക്സിറ്റ് ഗേറ്റിൻ്റെ അടുത്താണുള്ളത്. അങ്ങനെ ഇവിടുന്ന് കുറച്ചുകൂടി ദൂരം നടക്കാനുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഒരു 1.5 കിലോമീറ്റർ അങ്ങോട്ടേക്ക് നടക്കാനുണ്ട്. സമയം ഏകദേശം ലേറ്റായി. സൂര്യനൊക്കെ താണ്. ഞങ്ങൾ ഇനിയിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ കാറിലേക്ക് കയറുകയാണ്. ഞങ്ങൾ അവസാനം ഇവിടെ എത്തി. തിരിച്ചു പോകാൻ നോക്കുകയാണ്. ഇവിടെ നിന്നാണ് ഞങ്ങൾ കാർ എടുത്തത്. അപ്പോൾ ഇപ്പോൾ കാറ് തിരിച്ച് റിട്ടേൺ ചെയ്തു. ഇതാണ് നമ്മളെ കാറ്. ഇനി നേരെ റൂമിലേക്ക് അടുത്ത വീഡിയോയിൽ കാണുന്ന പ്രതീക്ഷയോടെ ബൈ.